ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു യാത്ര പോവുകയാണ്, കുടുംബസമേതം കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്ക്. എല്ലാവരും ആദ്യമായിട്ടാണ് മൂകാംബിക അമ്പലത്തിൽ പോകുന്നത് എന്നത് ഈ യാത്രേൻ്റെ ഒരു പ്രത്യേകതയാണ്. അങ്ങനെ നമ്മൾ രാവിലെ 4:30 വീട്ടിൽ നിന്ന് വണ്ടിയെടുത്ത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. മയിൽ മലപ്പട്ടം വഴി നമ്മൾ അങ്ങനെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ മുൻകൂട്ടി തീരുമാനിക്കാതെ യാത്ര ആയതുകൊണ്ട് നമ്മളാരും ടിക്കറ്റ് ഒന്നും ബുക്ക് ചെയ്ത് വെച്ചില്ല. ഏതായാലും ജനറൽ ടിക്കറ്റാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. എന്നിട്ട് TTR കണ്ട് സംസാരിച്ചിട്ട് ഏതെങ്കിലും കമ്പാർട്ട്മെന്റിലേക്ക് മാറാനാണ് തീരുമാനിക്കുന്നത്. നമ്മൾ കുറച്ച് നേരത്തെ തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ ടിക്കറ്റിലെടുത്ത് ട്രെയിന് കാത്തു നിൽക്കലാണ്. ഇവിടുന്ന് കണ്ണൂർ റെയിൽവേ സ്റ്റേഷന് ബൈന്ദൂർ പോയി ഇറങ്ങി അവിടുന്ന് മൂകാംബികയിലേക്ക് പോകാനാണ് നമ്മുടെ പ്ലാന്. അങ്ങനെ ട്രെയിൻ വന്ന് എല്ലാവരും ട്രെയിനിൽ സീറ്റുണ്ട്. നമ്മൾ ബുക്കിംഗ് സമയത്ത് അങ്ങനെ മുൻകൂട്ടി ബുക്ക് ചെയ്യാതുകൊണ്ട് തന്നെ നമുക്ക് ടിക്കറ്റ് ഒന്നും കാണിച്ചില്ല. പിന്നെ അങ്ങനെ ജനറൽ ടിക്കറ്റ് എടുത്ത് അവിടുന്ന് TTR കണ്ട് ആദ്യം 900 രൂപയോളം ടിക്കറ്റിനായ, പിന്നീട് വേണ്ട ഒരു 1000-1200 രൂപ കൊടുത്ത് എല്ലാവർക്കും TTR സീറ്റ് റെഡിയാക്കി തന്നു. അങ്ങനെ രാവിലെ തന്നെ ആയതിനാൽ തന്നെ നല്ല ട്രെയിനിൽ പോകുമ്പോൾ കാട്ടിലടിച്ച് എല്ലാവർക്കും ഉറക്കം ഇങ്ങനെ ചെറുതായി വന്നിന്. എന്നാലും ഏകദേശം ഇടയ്ക്ക് ചായയെല്ലാം കുടിച്ച് നമ്മളങ്ങനെ കാസർഗോഡ് എത്തി. കണ്ണൂർ 6:30 എത്തുന്ന 12:789 കച്ചേഗുഡ മുരുടേശ്വർ സൂപ്പർ ഫാസ്റ്റിനാണ് നമ്മൾ കയറിയത്. ഇത് 6:30 കണ്ണൂർ വിട്ട് കഴിഞ്ഞാൽ 12:40 ബൈന്ദൂർ എത്തും. കണ്ണൂർ കഴിഞ്ഞാൽ ഈ ട്രെയിന് പയ്യന്നൂര്, നീലേശ്വരം, കാഞ്ഞങ്ങാട്, കാസർഗോഡ്, മംഗളൂരു, പിന്നെ ഉടുപ്പി, അങ്ങനെ കുറെ സ്റ്റേഷനിൽ നിർത്തിയിട്ടാണ് ഇത് പോവുക. നമ്മൾ ഇപ്പൊ ഏകദേശം മംഗലാപുരത്തെത്തി. മംഗലാപുരത്ത് ഏകദേശം 20 മിനിറ്റോളം ഇതിന് ഹാൾട്ട് ഉണ്ട്. അവിടുന്ന് ഫുഡൊക്കെ മേടിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച ശേഷമാണ് വീണ്ടും യാത്ര തുടങ്ങുന്നത്. ഈ ട്രെയിനിന് മംഗലാപുരം കഴിഞ്ഞാൽ തിരക്ക് നന്നായിട്ട് കുറയും. അപ്പൊ പിന്നെ നമുക്ക് സുഖമായിട്ട് കിടന്നിട്ടും സീറ്റ് മാറി ഇരുന്നിട്ടെല്ലാം യാത്ര തുടങ്ങാം. അങ്ങനെ നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരും ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ ഏകദേശം ഇപ്പോൾ ഉടുപ്പി എത്തി. ഇതാണ് ഉടുപ്പി റെയിൽവേ സ്റ്റേഷൻ. ഒരു ചെറിയൊരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് കേട്ടോ അത്. പിന്നീട് നമ്മൾ കൊണ്ടപുര എന്നുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ എത്തുക. അവിടെ ട്രെയിൻ കുറച്ച് സമയം നിർത്തിയിടും. അത് എന്തോ ഒരു ട്രെയിൻ പാസിങ് ഉണ്ട്. അതിനുശേഷമാണ് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങുന്നത്. പിന്നെ ഇനിയത്തെ സ്റ്റോപ്പാണ് ബൈന്ദൂര്. അവിടെ ഇറങ്ങിയാൽ നമുക്ക് ഏകദേശം ഒരു 20-28 കിലോമീറ്റർ ദൂരം വീണ്ടും പോകണം, എന്നാലേ അമ്പലത്തിലെത്തും. അവിടുന്ന് നമുക്ക് ടാക്സി ഉണ്ടാവും, പിന്നെ ഇല്ലെങ്കിൽ ബസ്സും ഉണ്ടാവും. ബസ്സിന് നമുക്ക് അപ്പുറത്തെ ബസ് സ്റ്റേഷനിലേക്ക് പോകണം. ഇതാകുമ്പോൾ ടാക്സി ഇഷ്ടംപോലെ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ വരും. അവർ നമ്മൾ അവിടെ എത്തുന്ന ആൾക്കാർ നമ്മളോട് വന്ന് ചോദിക്കാൻ അങ്ങോട്ട് അമൗണ്ട് എത്ര പൈസയുണ്ട്. ഏകദേശം 1000-1200 രൂപയിലാണ് അവർ ടാക്സിക്ക് മേടിക്കുന്നത്. നമ്മൾ 7 ആളുള്ളത് കൊണ്ട് തന്നെ നമ്മളൊരു ടാക്സി ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം വെച്ചാൽ ഏകദേശം ഒരു 32 രൂപയാണ് അവിടെ വിളിച്ച് ചാർജ് പറഞ്ഞത്. കിലോമീറ്റർ 32 രൂപ വെച്ചിട്ട് ചാർജ്. അപ്പൊ നമുക്ക് 7 ആക്കെല്ലാം കൂടി അങ്ങനെ എടുത്ത് പോക്കാണെങ്കിൽ ഏകദേശം അവര് 1000-1200 പറഞ്ഞാലും നമുക്ക് അവരോട് ബാർഗൻ ചെയ്തിട്ട് എന്തെങ്കിലും മേടിക്കാം എന്ന പ്രതീക്ഷയിലാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇപ്പം തന്നെ ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയേട്ടാ. അതൊരു ചെറിയ റെയിൽവേ സ്റ്റേഷനാണ്, പക്ഷെ നല്ല വൃത്തിയൊക്കെ ഉണ്ട്. നല്ല ഇഷ്ടംപോലെ ആൾക്കാർ മൂകാംബിക അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. അവിടെ ഒരു വെജിറ്റബിൾ ഹോട്ടൽ ഉണ്ട്. ഏകദേശം സമയം ഇപ്പോൾ 1 മണി കഴിഞ്ഞു. എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് വെജിറ്റബിൾ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ നോക്കുമ്പോഴത്തേക്ക് സീറ്റൊക്കെ ഫുള്ളായി. അതുകൊണ്ട് നമ്മൾ വിചാരിച്ച ഏകദേശം എന്നാൽ പിന്നെ ലഗേജും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ, അത് അമ്പലത്തിൻ്റെ അടുത്ത് ഏതെങ്കിലും റൂം എടുത്തിട്ട് അവിടെ വെച്ചിട്ട് അവിടുന്ന് ഫുഡ് കഴിക്കാൻ പോകുന്നതിൻ്റെ ഉദ്ദേശത്തിലാണ് നമ്മൾ വീണ്ടും അവിടുന്ന് ഒരു ടാക്സി ആക്കി. നമ്മളൊരു മിനി വാനാണ് ആക്കിയത് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് മൂകാംബിയിലേക്ക് യാത്ര തുടങ്ങിയാണ്. ആദ്യമായിട്ട് യാത്ര പോകുന്നതുകൊണ്ട് ചുറ്റുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മളങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നു. അവര് ഡ്രൈവർമാർ അവിടുത്തെ നല്ല സ്പീഡിലാണ് വണ്ടി എടുക്കുക. കാരണം വെച്ചാൽ അവർക്ക് ഈ ട്രിപ്പ് കഴിഞ്ഞ് വീണ്ടും റെയിൽവേ സ്റ്റേഷന് എടുത്ത് ആളെടുത്ത് വീണ്ടും അവരങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് അത്രയും പെട്ടെന്ന് നമ്മളെ അവിടെ എത്തിച്ച് പുതിയൊരു ട്രിപ്പിനായിട്ട് അവരങ്ങനെ തിരിച്ചു പോവുക. നമ്മൾ പിന്നെ അവിടെ ടാക്സി ഇറങ്ങിയ ശേഷം അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ട് ഫുഡ് കഴിക്കാൻ. ഏകദേശം സമയം ഇപ്പം ഉച്ചക്ക് 1:30 ആയി. നമ്മൾ അവിടുന്ന് ഫുഡ് കഴിച്ചു. നല്ല ഫുഡായിരുന്നു കേട്ടോ.
ഏകദേശം ഒരാൾക്ക് 70 രൂപ 80 രൂപ ഇങ്ങനത്തെ റേറ്റ് വരുന്നത്. അതിന്റെ അടുത്ത് തന്നെ ഒരു സന്നിധാനം എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിൽ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. അതിന്റെ ചുറ്റിനും അമ്പലത്തിന്റെ അടുത്ത് തന്നെ നമുക്ക് റൂമും കിട്ടി. ഇതാണ് നമ്മൾ റൂം എടുത്തത്. അടുത്തൊരു ബട്ട് എന്നുള്ളൊരു ഹോട്ടലാണ് കേട്ടോ. ഏകദേശം ഈ റൂമിന് 800 രൂപ എന്നാണ് അവർ പറഞ്ഞത്. അത് സീസൺ അനുസരിച്ചാണ് അവിടുത്തെ റേറ്റ്, ഹോട്ടലിന്റെ റേറ്റ് അല്ല. അങ്ങനെ നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളും അമ്പലത്തിൽ വെച്ച് കുടിയിലൊക്കെ കഴിഞ്ഞ് വീണ്ടും വൈകിട്ട് നമ്മൾ ഏകദേശം ഇപ്പം 4 മണി 5 മണിയായി. അങ്ങനെ നമ്മൾ വേഗം അമ്പലത്തിലേക്ക് തൊഴുതാൻ വേണ്ടിയിട്ട് അമ്പലത്തിലേക്ക് വന്നിട്ടായില്ലേ. അപ്പൊ തന്നെ ഏകദേശം കുറച്ച് നല്ല തിരക്കുണ്ട്. വൈകിട്ടാണ് മിക്കവാറും കുറച്ച് തിരക്കെല്ലാം കുറയാം. അതാകുമ്പോൾ നമുക്ക് അമ്പലം ചുറ്റിക്കണ്ട് അമ്പലത്തിന്റെ ഉള്ളിൽ കയറി ശരിക്കൊന്ന് തൊഴാം. രാവിലെയൊക്കെ നല്ല തിരക്കായിരിക്കുന്ന പറയുന്നത് കേട്ട്. അങ്ങനെ നമ്മൾ അമ്പലത്തിന്റെ ചുറ്റുമൊക്കെ ഇങ്ങനെ നടന്ന് അമ്പലമൊക്കെ കണ്ട് നല്ല എന്താ പറയാ, ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജി തന്നെയാട്ടോ ഈ അമ്പലത്തിൽ എത്തിക്കഴിഞ്ഞാല്. ഒരുപാട് പൂജാരിമാരെയൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ കുട്ടികളുടെ പിന്നെ എല്ലാം ഡാൻസും കളിപ്പിക്കുന്ന മണ്ഡപങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അങ്ങനെ നമ്മൾ അമ്പലമൊക്കെ ഇങ്ങനെ ചുറ്റിക്കണ്ട് അവിടുന്ന് ആൾക്കാർ ഇതിൽ ഇപ്പം ആൾക്കാർ വന്നു കേട്ടോ. നമ്മൾ ഏകദേശം പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ക്യൂ ഉണ്ടാവും. ഇത്രയും ക്യൂ വന്നു. ഇത് വൈകുന്നേരത്തെ കാഴ്ചയാണ്. രാവിലെ ഇതിലും ഭയങ്കരമായിട്ട് ആൾക്കാരുണ്ടാവും. ഈ ക്യൂ എല്ലാം ഫുള്ളാവും കുറച്ച് കഴിയുമ്പോഴത്തേക്ക്. നമ്മളങ്ങനെ അമ്പലത്തിൽ ഇങ്ങനെ ചുറ്റും നടന്ന് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. കൂടുതലും മലയാളികൾ തന്നെയാണ്. പിന്നെ അവിടെയുള്ള ആൾക്കാരുണ്ട്. സത്യം പറയാൻ നമ്മൾ കുറെ ആയിട്ടെ ഈ അമ്പലത്തിൽ ഇങ്ങനെ മൂകാംബിക അമ്പലത്തിലെ ക്ഷേത്രത്തിൽ പോകണം എന്ന് വിചാരിക്കുന്നു. പക്ഷെ ഇതുവരെ നടന്നില്ല. എന്തെങ്കിലും ഒരു കാരണത്തിന് അതിങ്ങനെ മുടങ്ങി പോകും. എന്തായാലും അങ്ങനെ ഇപ്രാവശ്യം അങ്ങനെ ഒരുപാട് ആഗ്രഹിച്ച ശേഷമാണ് ഇവിടെ എത്തിപ്പെടുന്നത്. ഇങ്ങനെ പണ്ടിലവർ പറയുന്നേക്കാം, മൂകാംബിക അമ്പലത്തിൽ നമ്മൾ മാത്രം തീരുമാനിച്ച പോലെ ദേവിയും കൂടി ഒന്ന് വിളിക്കണം എന്നെല്ലാം പറയുന്നേക്കാം. അപ്പോൾ ഇപ്പായിരിക്കും നമുക്ക് പോകാനും അവിടെ കാണാനുള്ള സമയമായിട്ടുണ്ടാവുക. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ചുറ്റി കറങ്ങുകയാണ്. അതിനുശേഷം ഇതാണ് നവരാത്രി മഹോത്സവത്തിൽ നിന്ന് വരുന്ന തേരാണ് കേട്ടോ. അവിടെയൊക്കെ ആൾക്കാർ നിന്ന് ഒരുപാട് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കുന്നുണ്ട്. ആ തേര് രാവിലെ ആകുമ്പോൾ കൂടുതലും അലങ്കരിക്കുന്നത്. ഇപ്പം വൈകിട്ടായതുകൊണ്ട് ചെറുങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട്. പിന്നെ മൂകാംബിക അമ്പലത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. വിദ്യാരംഭത്തിനും പിന്നെ അതുപോലെ തന്നെ കലകൾക്കൊക്കെ ഭയങ്കര പ്രാധാന്യം നൽകുന്ന ഒരു അമ്പലമാണ് ഈ മൂകാംബിക അമ്പലം. അതുകൊണ്ട് തന്നെ കൂടുതലും കുട്ടികളെല്ലാം ആയിട്ട് ആൾക്കാർ എത്തുന്നുണ്ട്. രക്ഷിതാക്കള് അവരെ കഴിവ് വളർത്താൻ വേണ്ടി പ്രാർത്ഥിക്കാനും അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ട് എല്ലാം ഈ അമ്പലത്തിൽ എത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ തേരിന്റെ അടുക്കലും കുറെ സമയം ഇങ്ങനെ ആൾക്കാർ വന്ന് ആ തേരും അതിന്റെ ചുറ്റുപാടിൽ നിന്ന് ഫോട്ടോസൊക്കെ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. അവർ കൊച്ചൊക്കെ ചുറ്റും തേരിന് ചുറ്റും ഇങ്ങനെ വലം വെച്ച് കളിക്കുന്ന. അങ്ങനെ നമ്മളിങ്ങനെ അമ്പലത്തിലൊക്കെ നിന്ന ശേഷം ഇനി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ചായനും കുടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൾക്കാരൊക്കെ ഇങ്ങനെ ഇറങ്ങി തുടങ്ങി. അധികം ആൾക്കാർ ഈ വൈകിട്ട് വരുന്നവരെല്ലാം അതിന്റെ ചുറ്റുവട്ടത്ത് ഇങ്ങനെ ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കുന്നവർ തന്നെയാണ്. ഇതിന്റെ അടുത്ത് തന്നെ ഉണ്ട് ദേവസ്വം റൂമും. ആ ദേവസ്വം റൂമിന് ഏകദേശം 300 രൂപ 400 രൂപ ഇങ്ങനെ വന്നു ബഡ്ജറ്റ്. അത് മുൻകൂട്ടി വിളിച്ച് പറഞ്ഞിട്ട് ബുക്ക് ചെയ്യാം. നമുക്ക് ഇതിനെപ്പറ്റിയൊന്നും വലിയ ധാരണയൊന്നും ഉണ്ടായില്ല. നമ്മൾ പെട്ടെന്ന് ചാടി പുറപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ പുറത്ത് റൂം എടുക്കുക ചെയ്തത്. അവിടെ പോയാൽ തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ നമ്മളെ പരിചയപ്പെടാൻ വരും. ഇന്ന സ്ഥലത്ത് റൂം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ചാടിക്കേരി ഒരു സ്ഥലത്ത് മറ്റേ റൂം എടുക്കുന്നുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ അതിന്റെ അടുത്ത് തന്നെ റൂമുണ്ട്. അപ്പോൾ എന്തായാലും റൂം കിട്ടും. പക്ഷെ അവർ ആദ്യം വലിയ റേറ്റ് പറയും. ഇത്ര പൈസ 1500 2000 ഒക്കെ പറയും. ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്യിപ്പിക്കാം. നമുക്ക് കിട്ടിയ റൂമിന് 600 രൂപ 800 രൂപ അറേഞ്ചില്ല. അതൊക്കെ ഒരു മിതമായ റേറ്റ് ആണെന്ന് തോന്നുന്നു. അവിടെ തന്നെ ഇഷ്ടംപോലെ പരിപാടി, ഓരോ സ്റ്റേജും പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. നമ്മളങ്ങനെ സ്റ്റേജിൽ പോയി പരിപാടി കണ്ട് കുറച്ച് വീഡിയോസ് എല്ലാം ഇങ്ങനെ എടുത്ത്. പിന്നെ അമ്പലത്തിന്റെ ഉള്ളിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. പുറത്തുനിന്നുള്ള നമുക്ക് ഇതുപോലെ തന്നെ വീഡിയോസ് എല്ലാം എടുക്കാം. നല്ല സ്റ്റേജ് മണ്ഡപത്തിനും ആൾക്കാരും ഉണ്ട് കേട്ടോ, കലകൾ ആസ്വദിക്കാനും. ഇതൊക്കെ പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ വരുന്നവരാ, കേരളക്കാരൻ ഞാൻ മിക്കവർ. ഇവരൊക്കെ പല സ്ഥലത്തുനിന്ന് വരുന്നവരാ. പലരുടെയും അരങ്ങേറ്റവും പിന്നെ
നേർച്ചയും വഴിപാടൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നവരാണ്. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇങ്ങനെ കുറെ വീഡിയോസ് ഒരുപാട് സമയം അവിടെ ചെലവഴിച്ചു നമ്മള്. കാരണം വെച്ചാൽ നമ്മള് വൈകിട്ട് ഒരു 4 മണി 5 മണി ആ സമയത്താണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇത്. ഇവിടെയാണ് റൂം. പിന്നെ രാത്രി ഫുഡും ഉണ്ട് കേട്ടോ ഇവിടെ. രാത്രി 7:30 തൊട്ട് രാത്രി ഭക്ഷണമുണ്ട്. ആ സ്റ്റേജ് പിന്നെ അതിൻ്റെ അടുത്ത് സ്റ്റേജും പരിപാടിയൊക്കെ ഉണ്ട്. ഇതാണ് അമ്പലത്തിന്റെ ഫ്രണ്ട് വശം. ഇവിടെ നമ്മൾ നേരെ ഇറങ്ങി പോകുമ്പോൾ തന്നെ സൗപർണിക ആ നദി കാണാം. ഇപ്പം കാര്യമായിട്ട് വെള്ളമൊന്നുമില്ല. ചെറിയൊരു സൗപർണിക അതിന് മുന്നിലൂടെ ഒഴുകുന്നതായിട്ട് നമുക്ക് കാണാം. ഇതാ സൗപർണിക. ഈ അമ്പലത്തിന്റെ അടുത്തായിട്ട് തന്നെയാട്ടോ നമ്മൾ റൂം എടുത്തത്. ഈ സൗപർണിക കടന്ന് നേരെ അപ്പുറം പോകുമ്പം അതാണ് നമ്മള് റൂം. ഈ കാണാൻ പോകുന്ന ഇതല്ല, ഇതാണ് നമ്മളെടുത്ത ലോഡ്ജിന്റെ ബിൽഡിങ്. ഇവിടെ നമുക്ക് നേരെ ഏകദേശം ഒരു 5 മിനിറ്റ് കൂടെ തേച്ച് നടക്കാനില്ല. അതാണ്. അതുകൊണ്ട് അമ്പലമായിട്ട് തന്നെ അടുത്ത് നമുക്ക് റൂം കിട്ടുകയും ചെയ്താൽ. അങ്ങനെ വൈകുന്നേരം ഏകദേശം സമയം 6:30-7 മണിയായി. നമ്മൾ അതിന്റെ അടുത്ത് തന്നെ നേരത്തെ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചില്ലേ സന്നിധാനം ഹോട്ടല്, അവിടെ കയറിയിട്ട് തന്നെയാണ് നമ്മള് പിന്നെ വൈകിട്ട് ചായ കുടിച്ചത്. ഏതായാലും നല്ല ചായയും വടിയും എന്താ ഭക്ഷണമൊക്കെ സൂപ്പറാണ്, ഒന്നും പറയാനില്ല കേട്ടോ. ഹോട്ടൽ സന്നിധാനത്തോ ഇത് ഏകദേശം നമുക്ക് മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന ഏകദേശം മലയാളി ഫുഡ് തന്നെയാണ്. പക്ഷെ ഇതിന്റെ നടുക്ക് എനിക്ക് പണി കിട്ടിയത് വെച്ചാൽ അതിന്റെ അപ്പുറത്ത് തന്നെ ഒരു കേരള ഹോട്ടൽ ഉണ്ട്. രാത്രി നമ്മൾ അവിടുന്ന് ഭക്ഷണം കഴിച്ചു. അത് എനിക്ക് വലിയ താല്പര്യപ്പെട്ടില്ല കേട്ടോ, സത്യം പറയാലോ. അവിടുന്ന് ചപ്പാത്തിയും കറിയും പിന്നെ അങ്ങനെ എന്തോ കഴിച്ചത്. പക്ഷെ ഇവിടുന്ന് കഴിച്ചതിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ പിറ്റേന്ന് രാവിലെ ആയിട്ടെ ഇത് രാവിലത്തെ പോർഷനായി കാണിക്കുന്നത്. രാവിലെ നമ്മൾ വരുമ്പോഴത്തേക്കിന് ഏകദേശം നമ്മൾ 6 മണിയാകുമ്പോഴത്തേക്കിന് 4:30 ആകുമ്പോൾ തന്നെ അമ്പലം തുറക്കും. നമ്മൾ രാവിലെ വരുമ്പോഴത്തേക്കിന് ആൾക്കാർ കണ്ടാവും, ഫുള്ള് ആൾക്കാർ നിറഞ്ഞു. അമ്പലത്തിലേക്ക് ഉള്ളിലേക്കൊന്നും കയറാൻ പറ്റാത്ത വിധത്തിലായി. അത്രയ്ക്ക് ക്യൂ ഉണ്ട് കേട്ടോ. നമ്മൾ പിന്നെ വിചാരിച്ചും ഏതായാലും പുറത്തുനിന്നെല്ലാം തൊഴുക ഇത് അല്ല, വൈകിട്ട് നമ്മൾ പോയി എന്തായാലും നല്ല രീതിയിൽ തൊഴുതല്ലോ. ഇനി പിന്നെ കയറാൻ നിൽക്കുന്നവർ കയറട്ടെ, മറ്റുള്ളവർക്ക് നമുക്ക് അവസരം കൊടുക്കാം. നമ്മുടെ അമ്പലത്തിന്റെ പുറത്തുനിന്നല്ല ഇങ്ങനെ തൊഴുത്. ഏതായാലും രാവിലെ നല്ല വൈബാകട്ടെ ഈ ക്ഷേത്രത്തിൽ. എന്താ പറയാ, നല്ല ഒരു പോസിറ്റീവ് എനർജിയും ഭക്തിയും എല്ലാം കൂടി നിറയും. നമുക്ക് നല്ലൊരു മനസ്സിനും ഒരു ശരീരത്തിന് നല്ല ഫീലിംഗ് കിട്ടുന്ന ഒരു അവസ്ഥ. ഇതാണ് അവിടുത്തെ കൊടിമരം കേട്ടോ. പിന്നെ നമ്മുടെ ഇവിടെ നിന്ന് പിന്നെ കുറച്ച് വഴിപാടൊക്കെ കഴിപ്പിച്ച് കളഭം കുങ്കുമം പിന്നെ ഭസ്മം അതെല്ലാം ഇവിടുത്തെ വഴിപാട്. പിന്നെ എല്ലാവരും ഇതുപോലെ തന്നെ കുറെ നിന്നിട്ട് ഫോട്ടോസും വീഡിയോസും എല്ലാം ചെയ്യുന്നുണ്ട്. അതൊക്കെ എടുത്ത് പിന്നെ കുട്ടികളും ഫാമിലീസായിട്ട് എല്ലാവരും വന്നിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ തിരക്ക് തന്നെയാട്ടാ. ഇതെല്ലാം വഴിപാട് കൗണ്ടർ ഒരു 1 2 3 4 5 6 കൗണ്ടർ ഉണ്ട്. നമ്മളെ വഴിപാട് ഭസ്മ പിന്നെ ഭസ്മ മണിക്കുന്നൊരു ഇതുണ്ട്. അതുപോലെ തന്നെ കളഭം പിന്നെ കുങ്കുമമാണ് ഇവിടുത്തെ പ്രത്യേകത. അങ്ങനെ ഒരുപാട് വഴിപാടുകളുണ്ട്. പക്ഷെ അങ്ങനെ കൗണ്ടറിൽ ക്യൂ നിന്നിട്ട് നമ്മൾ അവിടുന്ന് ഒരു സ്ഥലത്ത് നിന്ന് ചീട്ടെടുത്ത് അപ്പുറം പോയിട്ട് പ്രസാദം മേടിക്കുക ചെയ്യണ്ടേ. പിന്നെ ഇവിടുത്തെ ചരടൊക്കെ ഉണ്ട് കേട്ടോ. ഒരു നമ്മുടെ കയ്യിൽ കെട്ടുന്ന കഴുത്തിലൊക്കെ കെട്ടുന്ന ചരട് ഇതൊക്കെ പൂജിച്ച് അവർ തരും. ഒരുപാട് പൂജാരിമാരും അതിന് അടുത്ത് തന്നെ ഉണ്ട്. ഇതാണ് നമ്മള് പിന്നെ ഇതിന് വേണ്ടിയിട്ട് പിന്നെ പ്രസാദം മേടിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ട്. അങ്ങനെ പ്രസാദം മേടിക്കാനും ഇതുപോലെ തന്നെ ക്യൂ നിൽക്കണം കേട്ടോ. നമ്മളൊരു സ്ഥലത്തുനിന്ന് മേടിച്ച് റെസീറ്റ് അപ്പം അതിൻ്റെ അപ്പുറം പോയിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ഇവര് കളപ്പ് പ്രസാദവും കുങ്കുമ പ്രസാദമായിട്ട് ഇങ്ങനെ മഞ്ഞൾ പ്രസാദം എല്ലാം തരും. ഇതാണ് ഞാൻ മേടിച്ച പ്രസാദം. എത്രയാ 40 രൂപ 50 രൂപ കൊടുത്താൽ ഇഷ്ടംപോലെ കിട്ടും. കുങ്കുമം കിട്ടും, ഭസ്മം കിട്ടും. പിന്നെ ഇതൊക്കെ ഉണ്ടാവും. ഒരുപാട് ആൾക്കാർ വന്നിട്ട് എന്തൊക്കെ വഴിപാട് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹരിശ്രീ എഴുതിപ്പിക്കാനും അതിനൊക്കെ ഇതെല്ലാം ആൾക്കാർ ഇവിടെ വന്നിട്ട് ഹരിശ്രീ ഗണപതി എല്ലാം എഴുതിപ്പിച്ച് പിള്ളേരെ ആദ്യാക്ഷരങ്ങളും ഇതൊക്കെ ചെയ്യിപ്പിച്ചിട്ട് പോവുകയായിരുന്നു. ആൾക്കാരുണ്ടാവും, തിരക്കുണ്ടാവും, നല്ല തിരക്കായി.
ഇതൊക്കെ നമ്മൾ ഒരു സീസൺ അല്ലാത്ത സമയത്ത് പോയിട്ടുള്ള തിരക്കാണ് ഇത് കേട്ടോ. അപ്പോൾ സീസൺ ടൈം ഒന്നും വെച്ചാണ്ടായിരിക്കും അവസ്ഥ. അങ്ങനെ നമ്മൾ നേരെ അമ്പലത്തിൽ നിന്ന് തിരിച്ചു കേട്ടോ. അമ്പലത്തിന്റെ പുറത്തുള്ള കാഴ്ചകളാണ് ഇത് ദേവിക്ക് സമർപ്പിക്കാനുള്ള ഒരുപാട് പുഷ്പങ്ങളെല്ലാം അതിന്റെ പുറത്തുനിന്ന് ഇങ്ങനെ വിൽക്കുന്നുണ്ട്. ഇതാണ് അതിന്റെ പുറത്തുള്ള ഇത് കേട്ടോ. അമ്പലത്തിന്റെ പുറത്തെ കാഴ്ചകളാണിത്. ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ശ്രീ മൂകാംബിക ടെമ്പിൾ. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇങ്ങനെ ഇത് അമ്പലത്തിന്റെ തൊട്ടപ്പുറത്തുള്ള ഒരു ഇതാട്ടോ. ഇതും ഇവിടുത്തെ ദേവി എന്താന്ന് ചോദിച്ചാൽ എവിടെയും വന്നിട്ട് ആൾക്കാർ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു എന്താ പറയാ നല്ല ഒരു സ്ഥലമാണ്. ആൾക്കാർ ഒരുപാട് വന്ന് ഇവിടുന്ന് മൂകാംബിക ടെമ്പിളിന്റെ കുറച്ച് ഇപ്പം തന്നെയാണ്. അങ്ങനെ നമ്മൾ അമ്പലത്തിന്റെ പുറത്തിറങ്ങിയേട്ടാ. ഇനി ഏതായാലും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഒന്ന് റൂമിൽ പോയിട്ട് റെഡി ആയിട്ട് വീട്ടിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം അമ്പലത്തിന്റെ പരിസരങ്ങളാണ് കേട്ടോ. ചുറ്റുപാടും പരിസരങ്ങളല്ല, ഇതെല്ലാം അമ്പലത്തിന്റെ അടുത്തുള്ള എവിടെയൊക്കെ പോയി നമ്മൾ പ്രാർത്ഥിക്കണം കേട്ടോ. എല്ലാവരും പോയി കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് ചുറ്റും ഒരുപാട് സ്ഥലമുണ്ട് അതിന് ചുറ്റിലും കാണാൻ. എല്ലാം നടന്ന് കണ്ട് ഒരുപാട് സമയം ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ ഇപ്പം രാവിലെയായി. അങ്ങനെ രാവിലെ ഓരോ സ്റ്റേജ് സ്ഥലത്തും ഇതുപോലെ തന്നെ ഇങ്ങനെ മണ്ഡപത്തിൽ വീണ്ടും ഓരോ പരിപാടികൾ തുടങ്ങാൻ വേണ്ടി പോകുന്നുണ്ട്. കുറെ ആൾക്കാർ ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. ഒരു കുടുംബസമേതം അല്ലെങ്കിൽ ചില ഗ്രൂപ്പുകളെല്ലാം ആയിട്ട് വന്നിട്ട് ഇങ്ങനെ അവര് പ്രോഗ്രാം അവതരിപ്പിക്കുന്നവരുണ്ട്. പിന്നെ അത് അരങ്ങേറ്റം നടത്തുന്നവരുണ്ട്. എല്ലാരും വന്നിട്ടുണ്ട്. ഈ തേര് കണ്ടില്ല, ഇത് അതിൻ്റെ അമ്പലത്തിന്റെ പുറകിലുള്ള തേരാട്ടാണ്. അങ്ങനെ 2 തേര് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് അമ്പലത്തിന്റെ അടുത്ത് തന്നെ. ഇത് അമ്പലത്തിന്റെ പുറത്തേക്ക് ഇറങ്ങുന്ന കവാടാണ് കേട്ടോ. ഇവിടെ നമ്മൾ ഒരുപാട് ആൾക്കാരാണ് ഇതിൻ്റെ അടുത്ത് വീഡിയോസും ഫോട്ടോസും ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ അമ്പലത്തിന്റെ പുറത്തേക്ക് ഇറങ്ങിയാണ് ഇവിടുന്ന്. അങ്ങനെ നമ്മൾ വീണ്ടും ഭക്ഷണം കഴിക്കാതെ ഹോട്ടലിലേക്ക് പോയി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഏതായാലും ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഉച്ചക്ക് 12 മണിക്കാണ് ട്രെയിൻ കണ്ണൂരേക്ക്. അപ്പോൾ ഇവിടുന്ന് ഒരു ടാക്സി ആക്കിയിട്ട് നമുക്ക് തിരിച്ച് വീണ്ടും പിന്നെ ബൈന്ദൂർ സ്റ്റേഷനിലേക്ക് പോകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. രാവിലെ ഇവിടുന്ന് ഒരു 11 മണിയാകുമ്പോൾ നമ്മൾ 10 മണി കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ. അപ്പോൾ പിന്നെ അതിന് ശേഷം ഏതായാലും സ്റ്റേഷനിൽ പോയിട്ട് നമ്മൾ വൈകുന്നേരം വരുമ്പോൾ കണ്ട ഒരു റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഒരു ഹോട്ടൽ കണ്ടായിരുന്നില്ലേ, അവിടുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിക്കുന്നത്. കാരണം വെച്ചാൽ ഇവിടുന്ന് ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മൾ ഇവിടെ ഇപ്പം നിന്ന് കുറച്ച് ടാക്സിക്ക് നോക്കി. ഇപ്പൊ ഈ സമയത്ത് കുറച്ച് ആൾക്കാരും വന്നിട്ട് ടാക്സി ആവശ്യമുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ അവരെല്ലാം പല റേറ്റാ പറയുന്നത്. അപ്പോ നമ്മള് പറഞ്ഞു ഇത്ര പൈസ ആണെങ്കിൽ ഓക്കെയാണ്. അങ്ങനെയാണ് നമ്മൾ അവിടുന്ന് വീണ്ടും ടാക്സിക്കാണ് തിരിച്ച് വീണ്ടും ബൈന്ദൂരേക്ക് പോകുന്നത്. ഇപ്പൊ നമ്മൾ പോകുമ്പോൾ ഞാൻ പറഞ്ഞ അമ്പലത്തിന്റെ അടുത്ത് തന്നെ റൂം എടുത്തിന്. അപ്പൊ റൂമില് നമ്മള് ഈ ബാഗും സാധനങ്ങളും എടുക്കാൻ വേണ്ടിട്ട് അമ്പലത്തിന്റെ സൈഡിലൂടെ തന്നെ നമുക്ക് പോകേണ്ടത്. നോക്കുമ്പോഴത്തേക്കില്ല തിരക്ക് നോക്കിയാ എന്തൊരു തിരക്കാ. ആൾക്കാരെല്ലാം ഭയങ്കര ക്യൂല. അപ്പോൾ ഈ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മള് വൈകിട്ട് തന്നെ അത്യാവശ്യം വേഗം പോയി തൊഴുന്നതായിരിക്കും ഏറ്റവും നല്ല. പിന്നെ രാവിലെ എന്തായാലും ദർശനം നടത്തണം. അപ്പോൾ ആ ദർശനത്തിന് നല്ല ക്യൂ ആയിരിക്കും കേട്ടോ. അമ്പലത്തിന്റെ അടുത്ത് തന്നെ ഏറ്റവും നല്ല റൂം കിട്ടുമെങ്കിൽ അതെടുക്കുന്നതാണ് നല്ലത്. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അവിടെ എത്താം. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് കുറച്ച് ദേവീൻ്റെ 2 ഫോട്ടോസൊക്കെ മേടിച്ചിട്ടാണ് നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോകുന്നത്. അങ്ങനെ അപ്പോൾ അവിടെ കുറച്ച് പ്രോഗ്രാമെല്ലാം നടക്കുന്നുണ്ട്. ആൾക്കാരെ തിരുവാതിരയും ഒരുപാട് പരിപാടി നടക്കുന്നുണ്ട്. നമ്മളതെല്ലാം കണ്ട് ഇതെല്ലാം എവിടുന്നോ വന്ന ആൾക്കാർ അവരുടെ വന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ രാവിലെ അതിൻ്റെ നേരത്തെ പറഞ്ഞ ആ സന്നിധാനത്തിലെ ഹോട്ടലിലേക്ക് തന്നെ കയറിയിട്ട് നല്ല മസാല ദോശയും പൂരിയൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. ഏതായാലും മസാല ദോശക്ക് ഏകദേശം 80 രൂപ കേട്ടോ. നമ്മുടെ ഇവിടെ അങ്ങനെയാണല്ലോ 80 രൂപ
65 രൂപ 70 രൂപയെല്ലാം നല്ല റേറ്റ് വരുന്നത്. ഏകദേശം അതേ റേറ്റ് തന്നെയാണ്. വലിയ ഭക്ഷണത്തിന് വലിയ പൈസയൊന്നും ആകുന്നില്ല. ഇതെല്ലാം കണ്ട അതിൻ്റെ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ആൾക്കാർ വന്ന ടാക്സി ഇടാം. അങ്ങനെ നമ്മൾ റൂമിലേക്ക് പോയിരുന്നു കേട്ടോ. റൂമിൽ ഇത് കടന്നിട്ട് വേണം നമുക്ക് റൂമിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ റൂമിൽ പോയി സാധനം എടുത്തിട്ട് ഇതാണ് നമ്മൾ താമസിച്ച റൂം. ഈ റൂം അങ്ങനെ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്ത ശേഷം എന്നാലും നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. നമ്മളെ ലഗേജെല്ലായിട്ട് കാറിൽ കയറി ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വിട്ടു.